ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിൽ 6-ാം അധ്യായത്തിൽ 43 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. അവിടെ യോഗത്തിൻ്റെ മാർഗതലവും ലക്ഷ്യതലവും ഒരുപോലെ ഭഗവാനിൽ നിന്ന് കേട്ട അർജുനൻ വളരെ ശ്രദ്ധിക്കണം. തീർത്തും അനുഷ്ഠാനത്തിൻ്റെ, യോഗാഭ്യാസത്തിൻ്റെ അഥവാ യൗകികമായ ജീവിതത്തിൻ്റെ മാർഗത്തെയും അനുഷ്ഠാനക്രമങ്ങളെയും അതുപോലെ ആത്യന്തികമായ ലക്ഷ്യത്തെയും ഒരുപോലെ ഉപദേശിക്കപ്പെട്ടു ഇവിടെ. അതെല്ലാം കേട്ടു അർജുനൻ. അപ്പോഴാണ് സംശയം വരുന്നത്, ഈ ഒരു യോഗമാർഗത്തിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന സാധകൻ അതിൻ്റെ ലക്ഷ്യതലത്തിലേക്ക് എത്താതെ യോഗഭ്രഷ്ടനായി പോയാൽ ഒന്നുകിൽ മരിക്കുകയോ അല്ലെങ്കിൽ സാധനാമാർഗത്തു നിന്ന് നിപതിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ സംഭവിച്ചാൽ എന്താകും അയാളുടെ അവസ്ഥ? ആകാശദേശത്ത് പലപ്പോഴും മേഘപടലങ്ങൾ ഛിന്ന ഭിന്നമായി പോയി നശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ അയാളുടെ ജീവിതവും നശിച്ചു പോവില്ലേ? ഇതായിരുന്നു സംശയം. അതിന് ഭഗവാൻ മറുപടി പറഞ്ഞു, ഒരിക്കലും ഇല്ല. യോഗസാധനാമാർഗത്തിൽ മുന്നോട്ട് പോയ ആൾ സന്ദർഭവശാൽ യോഗഭ്രഷ്ടനായി പോയാൽ, ഇപ്പം യോഗഭ്രഷ്ടനാവുക എന്ന് പറയുമ്പോൾ 2 രീതിയിലും ആവാം. ഒന്ന്, യോഗസാധനയുടെ പൂർണ്ണതയിലേക്ക് എത്താതെ മരണപ്പെടാം. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അതിൽ നിന്ന് മാറിപ്പോവാം. അയാൾക്ക് ഒരിക്കലും നാശം ഉണ്ടാവില്ല. ഒരിക്കലും നശിക്കില്ല അയാൾ. മാത്രമല്ല, എന്നും നമ്മൾ ഓർമ്മിക്കേണ്ടുന്ന ഒരു വലിയ തത്വത്തെ ഉപദേശിച്ചു. ജീവിതത്തിൽ മംഗളമായത് ചെയ്യുന്ന ആൾ ഒരിക്കലും ദുർഗതിയെ പ്രാപിക്കില്ല. ശരിക്ക് ഒരു ഭഗവാന്റെ നമുക്കൊക്കെ മുമ്പിലുള്ള വലിയൊരു സത്യവാങ്മൂലം പോലെയാണുള്ളത്. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. ഹേ താത, കല്യാണകൃത് ദുർഗതിം ന ഗച്ഛതി. ജീവിതത്തിൽ മംഗളമായത് ചെയ്യുന്ന ആൾ ഒരിക്കലും ദുർഗതിയെ പ്രാപിക്കില്ല.
ഉറച്ച വാക്യമാണത്. പിന്നെന്ത് സംഭവിക്കും? പുണ്യ കർമ്മങ്ങൾ ചെയ്തവരുടെ ലോകങ്ങളെ, ഊർധ്വലോകങ്ങളെ, സുഖലോകങ്ങളെ പ്രാപിച്ച് അവിടെ ശാശ്വതങ്ങളായ സംവത്സരങ്ങൾ താമസിച്ച് അനന്തരം ശുചിയും ശ്രീമാനും ആയവരുടെ ഗൃഹങ്ങളിൽ ജനിക്കാം. അല്ലെങ്കിൽ യോഗികളുടെ കുലത്തിൽ ജനിക്കാം. ഇത് വളരെ ദുർലഭമാണ് എന്നും പറഞ്ഞു. യോഗി കുലത്തിൽ ജനിക്കുന്നത് വളരെ ദുർലഭമാണ്. ഇവിടെ യോഗി കുലത്തിൻ്റെ അർത്ഥം നമ്മൾ വിശദമായി പറഞ്ഞതാണ്. ഭഗവാൻ ഭാഷ്യകാരൻ ദരിദ്രാണാം കുലി എന്നാണ് പറഞ്ഞത്. നമുക്കത് അതേപടി സ്വീകരിക്കാൻ വിഷമമുണ്ട്. അവിടെ പല കുലങ്ങളും ഉണ്ട്. എല്ലാ തലമുറയിലും ഏതെങ്കിലുമൊക്കെ യോഗികൾ പ്രകടാവുന്ന കുലങ്ങൾ. അതിനെ നമുക്ക് യോഗി കുലം എന്നെടുക്കാം. അവിടെ നമ്മൾ ഭാഷ്യത്തിൽ നിന്ന് അല്പം വ്യതിചലിച്ചിട്ടാണ് അർത്ഥം പറഞ്ഞത്. ഏതായാലും ആ ജന്മത്തിൽ, അതായത് ശുചീനാം ശ്രീമതാം ഗേഹേ അഥവാ യോഗിനാം ഗേഹേ അഥവാ കുലേ എന്ന് ഭഗവാൻ പറഞ്ഞതായ ആ ജന്മത്തിൽ പൗർവദൈഹികമായ സംബന്ധം ലഭിക്കുന്നു. ബുദ്ധി സംയോഗം ലഭതേ. അപ്പം പൂർവജന്മത്തിൽ പൂർവദേഹത്തിലിരുന്ന് ചെയ്ത് പൂർത്തിയാക്കിയ ആ സാധനയുമായിട്ട് സമ്പർക്കം വരുന്നു, സംബന്ധം വരുന്നു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും പല മഹാപുരുഷന്മാരുടെയും ജീവിതത്തിൽ നമ്മൾ കാണും, ഒരു പ്രത്യേക അവസ്ഥ എത്തുമ്പോൾ, ഒരു പ്രത്യേക പ്രായമെത്തുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രത്യേകമായൊരവസ്ഥ എത്തുമ്പോൾ പെട്ടെന്ന് തന്നെ വലിയൊരു പരിവർത്തനവും പിന്നീട് ഒരു ഉത്തമ യോഗിയായിട്ടുള്ള ജീവിതക്രമവും എത്രയോ നമുക്കങ്ങനെ മഹാപുരുഷന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാനുണ്ട്. എത്രയോ പല മഹാപുരുഷന്മാരുടെ ചരിത്രം ഒന്ന് എടുത്തു നോക്കൂ. നമുക്കറിയുന്നവരുടെ ചരിത്രം എടുത്തു നോക്കൂ. എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് എടുത്തു നോക്കൂ. അവിടെയൊക്കെ കാണാം ആ ജീവിതത്തിൽ പെട്ടെന്നൊരു വ്യതിയാനം സംഭവിക്കുന്നു. അനന്തരം നമ്മൾ കാണുന്നത് വലിയ സാധനയുടെ പിന്തുടർച്ച, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞാനത്തിൻ്റെ ഒരു 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 നിധിയായിട്ട് തീരുന്നത്, അല്ലെങ്കിൽ സാധനാമാർഗത്തിൽ വളരെ സൂക്ഷ്മമായി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ ആ വ്യക്തിയിൽ നമ്മൾ കാണുകയാണ്. അപ്പം അതിനു മുമ്പ് നമ്മൾ പരിചയപ്പെട്ട ഭാവത്തിൽ അത് നമുക്ക് ഒരു തരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതാണ് പൗർവദൈഹികം ബുദ്ധി സംയോഗം ലഭിക്കുന്ന ദൃഷ്ടാന്തം. എത്ര മഹാത്മാക്കളെ വേണമെങ്കിൽ എടുത്തു നോക്കിക്കോളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ രമണ മഹർഷിയുടെ ദൃഷ്ടാന്തം പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇംഗ്ലീഷ് ടീച്ചർ ഇമ്പോസിഷൻ എഴുതാൻ പറഞ്ഞതിൽ നമ്പർ ഇട്ട് വെച്ച് എഴുതി മരിച്ചു പോയാൽ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിച്ച മാത്രയിൽ എന്താണ് മരണം എന്നുള്ള ചോദ്യം വന്നു. മരണത്തെക്കുറിച്ചുള്ള അനുസന്ധാനം വന്നു. അങ്ങനെ വെങ്കടരമണൻ രമണ മഹർഷിയായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നു. അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തെത്തിയ നരേന്ദ്രൻ, അതുവരെ പെട്ടെന്നുള്ളൊരു വ്യതിയാനം. ആ വ്യതിയാനത്തോടുകൂടെ നരേന്ദ്രനിൽ അത്ഭുതകരമായ പരിവർത്തനങ്ങൾ നമ്മൾ കാണുന്നു. അത് നരേന്ദ്രനിൽ നിന്ന് വിവേകാനന്ദ സ്വാമികളിലേക്കുള്ള പരിണാമമായി നമ്മൾ കാണുന്നു. ഇങ്ങനെ ഏത് മഹാത്മാവിൻ്റെ ജീവിതത്തിലും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അവിടെയൊന്നും ആ ജന്മത്തിൽ ചെയ്ത സാധനകളോ പഠനങ്ങളോ അല്ല പിന്നെ പ്രകടമാവുന്നത്. രമണ മഹർഷി തന്നെ ശാസ്ത്രത്തിൻ്റെ നിഗൂഢങ്ങളായ പല ആശയങ്ങളെയും പറഞ്ഞിട്ട് വിദ്വാൻമാരോട് ചോദിക്കും, ഇങ്ങനെ തന്നെയല്ലേ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്? കാരണം മൂപ്പര് ശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ല. ചിന്തിക്കുക. അപ്പോൾ തത്രതം ബുദ്ധിസംയോഗം ലഭതേ പൗർവദൈഹികം. പൂർവദേഹേ ഭവം പൗർവദൈഹികം തദ് ബുദ്ധിസംയോഗം ലഭതേ തയാ ബുദ്ധിയാ സഹ സംയോഗ. ആ ബുദ്ധിയോടുകൂടി സംയോഗം ലഭിക്കുന്നു. അപ്പം എന്ത് ചെയ്തു വെച്ചോ അതിൻ്റെ തുടർച്ച ലഭിക്കുന്നു. അതെന്ത് ചെയ്തു വെച്ചു അത് സ്ഥൂലമായി നമുക്ക് കാണാനോ മനസ്സിലാക്കാനോ കഴിയില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കാം, പിന്നീടുള്ള ജീവിതത്തെ നമ്മളൊരു നേർരേഖയായിട്ട് വരച്ചാൽ, രണ്ടോ അതിലധികമോ ബിന്ദുക്കളെ ചേർത്ത് നേർരേഖ വരച്ചാൽ ആ നേർരേഖ ഇപ്പുറത്തോട്ടും അപ്പുറത്തോട്ടും നീട്ടാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇപ്പുറത്തോട്ട് നീട്ടുന്ന സമയത്ത് അതിവിടെ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കാണുന്നില്ല. അതൊരു ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും വിടവ് അതിനിടയ്ക്ക് വന്നപ്പോൾ നമ്മൾ കാണുന്നില്ല. പക്ഷേ അത് നീട്ടിയേ മതിയാവും. കേവല യുക്തിയാണ്. ഇങ്ങനെ ജന്മാന്തരത്തിൽ ചെയ്തു വെച്ച സംസ്കാരത്തിൻ്റെ പിന്തുടർച്ച ലഭിക്കുന്നു. എന്നിട്ടോ യതതേച തതോ ഭൂയഃ തസ്മാദഭിഭൂയഃ, അതിനേക്കാൾ വർദ്ധിതമായ രീതിയിൽ യതതേ യത്നം ചെയ്യുന്നു, പ്രയത്നിക്കുന്നു. എന്തിന്? സംസിദ്ധൗ, സംസിദ്ധിയിൽ, സംസിദ്ധിക്കായിക്കൊണ്ട്. ഇപ്പോൾ സംസിദ്ധൗ എന്നുള്ളതിനെ സംസിദ്ധ്യൈ എന്ന് അർത്ഥം എടുക്കണം. സംസിദ്ധിക്കായിക്കൊണ്ട് പ്രയത്നിക്കുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു വെച്ചത്. തുടർന്ന് 44 ഇന്നെടുക്കേണ്ടത്. കഥം പൂർവദേഹ ബുദ്ധി സംയോഗഃ ഇതി. കഥം പൂർവദേഹ ബുദ്ധി സംയോഗഃ ഇതി തത് ഉച്യതേ. അപ്പോൾ അവിടെ ചോദ്യം വരികയാണ്, എങ്ങനെയാണ് പൂർവദേഹവുമായുള്ള ബുദ്ധി അല്ലെങ്കിൽ പൂർവദേഹത്തിലുള്ള ബുദ്ധിയുമായി സംയോഗം ഉണ്ടാവുന്നത്? അതെങ്ങനെയാണ്? കാര്യം നമുക്ക് കാണാൻ പറ്റും. ഒരു പ്രത്യേക സന്ദർഭം എത്തുമ്പോൾ പൂർവ സംസ്കാരത്തിൻ്റെ പിന്തുടർച്ച അയാളിൽ പ്രകടമാകുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതെങ്ങനെയത്? ഉച്യതേ, ഇതാ പറയുന്നു, നോക്കൂ. പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹ്യവശോപി സഹ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാദി വർത്തതേ. പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹ്യവശോപി സഹ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതി വർത്തതേ. ഇവിടെ കഥം പൂർവദേഹബുദ്ധി സംയോഗഃ എന്നായിരുന്നു ചോദ്യം. എങ്ങനെയാണ് പൂർവദേഹത്തിലുള്ള ബുദ്ധിയുമായി സംയോഗം ഉണ്ടാവുന്നത് എന്നാണ്. എങ്ങനെയാണ് ആ പ്രക്രിയ? അതിൻ്റെ മറുപടിയാണ് ഈ ശ്ലോകത്തിൻ്റെ പകുതി ഭാഗം, ആദ്യ ഭാഗം. അതായത് പൂർവാഭ്യാസേന തേന ഏവ ഹ്രിയതേ. കഥം, എങ്ങനെ? അവശഹാപി, പൂർവാഭ്യാസത്തിൻ്റെ ബലം കൊണ്ട് അയാൾ ഹരിക്കപ്പെടുന്നു.
അവശനായിട്ട്. നമ്മുടെ മുമ്പിൽ വലിയൊരു ജീവിതത്തിൻ്റെ ദൃഷ്ടാന്തം പറയാം. ലോകം മുഴുവൻ വേദാന്തശാസ്ത്രത്തെ ഈ സമീപകാലത്ത് ഏറ്റവുമേറെ പ്രചരിപ്പിച്ച മഹാപുരുഷന്മാരിലുള്ള ഒരാളായിരുന്നു പരംപൂജ്യ ചിന്മയാനന്ദ സ്വാമികൾ. വേദാന്ത ചിന്തയെ അത്ര ശക്തമായി പ്രസരിപ്പിച്ച്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കൗമാരകാലം, യൗവനകാലം? നേരെ വിപരീതമാണ്. എന്തെല്ലാം വേണ്ടാധീനങ്ങളെന്ന് പറയപ്പെടുന്നതുണ്ടോ അതൊക്കെ കൈവശമാണ്. അപാരമായ ഭാഷാ വൈദഗ്ധ്യമാണ്. അങ്ങനെ ഒന്നാന്തരം ജേർണലിസ്റ്റായി, ഒന്നാന്തരം പത്രപ്രവർത്തകനായി. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് സന്യാസിമാരുടെ കള്ളത്തരങ്ങൾ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരണം, അതിനെപ്പറ്റി ലേഖന പരമ്പര തന്നെ എഴുതണമെന്ന് തയ്യാറാവുന്നത്. അക്കാലത്ത് ഏറ്റവും പ്രസിദ്ധനായി സമാജത്തിൽ വേദാന്ത പ്രവർത്തനത്തിൽ ഏറ്റവും പ്രസിദ്ധനാണ് ശിവാനന്ദ സരസ്വതി സ്വാമികൾ, ഡിവൈൻ ലൈഫ് സൊസൈറ്റിയുടെ. എന്നാൽ പിന്നെ അവിടുന്ന് തുടങ്ങാം എന്ന നിലയ്ക്കാണ് ബാലകൃഷ്ണ മേനോൻ പോകുന്നത്. പിന്നെ നമ്മൾ ബാലകൃഷ്ണ മേനോനെ കാണുന്നില്ല. പിന്നെ ഹിമാലയത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നത് ചിന്മയാനന്ദ സരസ്വതി സ്വാമികളായിട്ടാണ്. പിന്നീട് വേദാന്തത്തിൻ്റെ അതിസൂക്ഷ്മ നിഗൂഢ തലങ്ങളെ ലോകം മുഴുവൻ പ്രസരിപ്പിക്കുന്ന ഉപനിഷത്തിൻ്റെയും ഭഗവത്ഗീതയുടെയും സന്ദേശങ്ങളെ ഇത്രയ്ക്കധികം ശക്തമായി വ്യക്തമായി പ്രസരിപ്പിക്കുന്ന ഒരു മഹാപുരുഷനായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ കാലഘട്ടത്തിൽ, ചുരുങ്ങിയൊരു കാലഘട്ടം, തപോവനസ്വാമികളുടെ അരികെ നിന്ന് പഠനമുണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എത്ര കാലം? വളരെ ചുരുങ്ങിയൊരു കാലം, സുദീർഘകാലമൊന്നുമില്ല. സുദീർഘമായ കാലമൊന്നുമില്ല. അങ്ങനെ ആരും വിചാരിക്കണ്ട. ദീർഘകാലം, ദശകങ്ങൾ ഹിമാലയത്തിൽ പോയി താമസിച്ച് പഠിച്ചു ഉണ്ടായിട്ടില്ല. വളരെ ചുരുക്കം കാലമേ ഉള്ളൂ. പിന്നെ എവിടുന്ന് ഇതൊക്കെ വന്നേ? ചിന്തിക്കുക. അവിടെയാണ് ഈ ശ്ലോകം നമുക്ക് മനസ്സിലാവുക. പൂർവ സംസ്കാരം അതിൻ്റെ പ്രകടനത്തിനുള്ള സന്ദർഭം വരുമ്പോൾ അയാളെ അവശനാക്കി വലിക്കുകയാണ്. അവശാപി. വളരെ ബലശാലിയായ ഒരാൾ, ബലിഷ്ഠനായ ഒരാൾ ഒരു ദുർബലനെ പിടിച്ചു വലിക്കുന്നത് പോലെ നമ്മളിലെ പൂർവ്വ സംസ്കാരം നമ്മളിൽ തന്നെ പ്രവർത്തിക്കും. അതൊരു സന്ദർഭം വരുമ്പോൾ. അതെപ്പോഴാണ് സന്ദർഭം വരിക? അത് പറയാൻ വയ്യ. അപ്പോൾ പൂർവാഭ്യാസേന, ആ പൂർവാഭ്യാസം കൊണ്ട്, പൂർവജന്മത്തിൽ ചെയ്ത സാധനയുടെ ഫലമായുള്ള സംസ്കാരം, ആ അഭ്യാസത്തിൻ്റെ ബലം, ആ അഭ്യാസബലം കൊണ്ട് ഹ്രിയത്തെ, ഹരിക്കപ്പെടുന്നു, ആകർഷിക്കപ്പെടുന്നു, വലിക്കപ്പെടുന്നു. അവശഹാപി, അവശനായിട്ട്. വേറെ വഴിയില്ല അവിടെ. ഇത് വേറൊരു നേരം പോക്ക് കൂടി പറയാം. ചിന്മയാനന്ദ സ്വാമികളുടെ ദൃഷ്ടാന്തം പറഞ്ഞതുകൊണ്ട് പറയാം. ചിന്മയാനന്ദ സ്വാമികൾ, ബാലകൃഷ്ണ മേനോൻ കൊച്ചുകുട്ടിയാവുന്ന സമയത്ത്, 1 വയസ്സ് പ്രായം, ആ സമയത്താണ് ആ ഗൃഹത്തിലേക്ക് ചട്ടമ്പിസ്വാമി തിരുവടികൾ വരുന്നത്. അപ്പോൾ ചട്ടമ്പിസ്വാമി നീണ്ട വെള്ള താടിയാണ്, വലിയ താടി. ഇപ്പോൾ വെള്ളമുണ്ട്, ഒരു വെള്ളത്തോർത്ത്, ഇതാണ് വേഷം.
അപ്പോൾ ആ ഗൃഹത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ കുഞ്ഞിനെടുത്തു, ലാളിച്ചു, ഒരു സ്ഥലത്ത് ഇരുന്നു. കുഞ്ഞ് താടി പിടിച്ച് വലിക്കുന്നു, മീശ പിടിച്ച് വലിക്കുന്നു, അങ്ങനെ കുഞ്ഞിനെ ഓമനിക്കുന്നു. അപ്പോൾ ഗംഭീരമായിട്ടുള്ള വർത്തമാനം രണ്ടാളും തമ്മിൽ. കുഞ്ഞ് ചട്ടമ്പി സ്വാമിയുടെ മുഖത്ത് നോക്കി പറയുന്നു, ചട്ടമ്പി സ്വാമി കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി പറയുന്നു. അപ്പോൾ വീട്ടിലുള്ള മുതിർന്നവർ ചോദിച്ചു, അല്ല എന്താ സ്വാമി, എന്താ സംസാരിക്കണം? ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണമാണ്, നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല, പിന്നെ മനസ്സിലാവുന്നു. ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എന്ന്. ഇടക്കാലത്തെ ചിന്മയാൻ സ്വാമികളുടെ ജീവിതം അല്ലെങ്കിൽ ബാലകൃഷ്ണന്റെ ജീവിതം അറിയണവർ എന്ത് മനസ്സിലാക്കാനാന്ന് വിചാരിക്കും. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് ലോകം മുഴുവൻ ഗീതാമൃതത്തെയും ഔപനിഷദങ്ങളായ ചിന്തകളെയും പ്രസരിപ്പിക്കുന്ന വലിയൊരു ശക്തി സ്രോതസ്സിനെയാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾക്ക് മനസ്സിലായില്ലേ ആ പൂർവ്വ സംസ്കാരം? ചിന്തിക്കുക. ഹ്രിയതേ അവശഃ, അവശനായിട്ട് ഹരിക്കപ്പെടും. ഇതാണ് മറുപടി. അപ്പം അവിടെ ഒരു പ്രശ്നം വന്നു. എന്താ പ്രശ്നം? ഇങ്ങനെ ഹരിക്കപ്പെടുമ്പോൾ ഒരു ജീവിതക്രമം അവിടെ ഉണ്ടല്ലോ. ആ ജീവിതക്രമം ഒന്നുകിൽ ബ്രഹ്മചാരിയുടെ അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ഗൃഹസ്ഥൻ്റെ അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ വാനപ്രസ്ഥൻ്റെ അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ സന്യാസിയുടെ അവസ്ഥയായിരിക്കാം. എങ്ങനെയോ ആവട്ടെ, ഏത് സന്ദർഭത്തിലാണ് ഈ പൂർവ സംസ്കാരത്തിൻ്റെ വർദ്ധിതമായ ആകർഷണം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും. അപ്പം അയാൾ പുലർത്തിക്കൊണ്ടിരുന്നൊരു ജീവിതക്രമം ഉണ്ടായിരിക്കുമല്ലോ, അത് മുഴുവൻ അവിടെ അപ്രസക്തമാവും ഇല്ലേ? അത് മുഴുവൻ അപ്രസക്തമാവും. അപ്പോൾ അയാൾ ബ്രഹ്മചര്യ ആശ്രമത്തിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ആ പഠനമൊന്നും അയാൾ പൂർത്തിയാക്കിയെന്ന് വരില്ല. പെട്ടെന്നൊരു മാറ്റമായിരിക്കും, പോക്കായിരിക്കും. അപ്പം അത് പാപകരമല്ലേ? അഥവാ ഗൃഹസ്ഥാശ്രമത്തിലാണെന്ന് വിചാരിച്ചോളൂ. ചിലപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ച ഉടനെയാവും, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ മധ്യമാവും. അവിടെ പലതരം കർത്തവ്യങ്ങളില്ലേ? ആ കർത്തവ്യങ്ങളിൽ നിന്നൊക്കെ അകന്ന അയാൾ വേറെ വഴിക്ക് പോകുന്നത് എങ്ങനെയാണ് ഉണ്ടാവുക? പാപാവില്ലേ? ചോദ്യം. കാരണം ബലപൂർവകം ഹരിക്കപ്പെടുമ്പോൾ അയാളുടെ ജീവിതക്രമം മാറി. അപ്പോൾ ഉടനെ തന്നെ വിധി നിഷേധക്കാർ പാപവാദമൊക്കെ ആയിട്ട് വരും. എന്നാലും മഹാഭാവി ഒരു പത്നീനെ ഉപേക്ഷിച്ച് പോയില്ലേ, അല്ലെങ്കിൽ അവൾ ഗർഭിണിയായിരുന്നില്ലേ, അല്ലെങ്കിൽ കുഞ്ഞങ്ങ് ജനിച്ചല്ലേ ഉള്ളൂ, അപ്പോഴത്തേക്ക് വിട്ടുകളഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചെന്ന് വരും. ഇതൊക്കെ ലോകസാധാരണമാണ്, അത്തരം ചോദ്യങ്ങളൊക്കെ. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത്, ജിജ്ഞാസുരഭി യോഗസ്യ ശബ്ദബ്രഹ്മാദി വർത്തതെ. യോഗസ്യ ജിജ്ഞാസുഹു അപി. ഈ യോഗമാർഗത്തിലെ ജിജ്ഞാസു പോലും ശബ്ദബ്രഹ്മത്തെ, വിധിനിഷേധാത്മകമായ വേദത്തെ അതിക്രമിക്കുന്നു. ജീവിതത്തിൽ ഇന്നതൊക്കെ ചെയ്യണം, ഇന്നതൊന്നും ചെയ്യരുത് എന്നുള്ള വിധിനിഷേധാത്മകമായ ശബ്ദബ്രഹ്മത്തെ, വേദത്തെ അതിവർത്തതെ, അതിക്രമിക്കുന്നു. ആര്? ഈ യോഗമാർഗത്തിലെ ജിജ്ഞാസു പോലും. എന്നിരിക്കെ യോഗിയെ സംബന്ധിച്ച് പറയേണ്ടതുണ്ടോ? അയാൾക്ക് എന്ത് വിധിനിഷേധം? എല്ലാം അപ്രസക്തമായി തീരും. അയാൾക്ക് ലോകസാമാന്യമായ
യാതൊരു വിധി നിഷേധങ്ങളും നിയമങ്ങളും അയാളെ സംബന്ധിച്ചുള്ളതല്ല. ആര് അതിനൊക്കെ വിധേയമായി ജീവിക്കുന്നുണ്ടോ അവർക്കതൊക്കെ ഉള്ളതാണ്. ഇപ്പം ജിജ്ഞാസുഹു അപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനിയുടെ അവസ്ഥ പറയേണ്ടതുണ്ടോ? അവരെ സംബന്ധിച്ച് വിധി നിഷേധാത്മകമായ ശബ്ദബ്രഹ്മം വേദം അപ്രസക്തമാണ്. ഈ വിഷയം നമ്മൾ ഇതിനു മുമ്പും ശ്രദ്ധിച്ചതാണ്. യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ എന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്. എല്ലായിടത്തും വെള്ളം നിറഞ്ഞ് പരന്നിരിക്കുമ്പോൾ സർവതഃ സംപ്ലുതോദകേ, സർവതഃ എല്ലായിടത്തും എല്ലാ പ്രകാരത്തിലും സംപ്ലുതോദകേ സംപ്ലുതമായ സമ്യക് പ്ലുതമായ നിറഞ്ഞിരിക്കുന്ന ഉദകം വെള്ളപ്പൊക്കം. അപ്പോൾ വെള്ളപ്പൊക്കം വ്യാപിച്ചിരിക്കുന്ന സമയത്ത് യാവാൻ അർത്ഥ ഉദപാനേ എത്ര കണ്ട് പ്രയോജനമുണ്ടോ ഉദപാനത്തിൽ, ഉദപാനം പരിമിത ജലാശയം, കുളം, കിണറ് തുടങ്ങിയവ. ഒട്ടും പ്രവൃത്തിയില്ല, ഒട്ടും പ്രസക്തിയില്ല. അവിടെ കിണറ്, കുളം തുടങ്ങിയവ അപ്രസക്തമാണ്. വെള്ളപ്പൊക്കത്തിൽ ആരെങ്കിലും ഇവിടെയാണ് എൻ്റെ കിണറുണ്ടായിരുന്നത് പറഞ്ഞിട്ട് അവിടുന്ന് വെള്ളം കോരി കുടിക്കുമോ? എൻ്റെ ആവശ്യമില്ല. തോണിയിൽ വന്നിട്ട് ഇവിടെ ആയിരുന്നു കിണറ്, അങ്ങനെ ചെയ്യണവരുണ്ടാവുമായിരിക്കാം, ഇല്ല എന്ന് പറയണില്ല. ഇത് ഈ ഇത്രയും കർമ്മബദ്ധരായി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു, എന്നാലേ ശുദ്ധിയാവുള്ളൂ എന്ന് തോന്നും. ഇത് അക്കിണർ തന്നെ കോരി ആയാലേ ശുദ്ധിയാവുള്ളൂ. അപ്രസക്തമാണ്, അവിടെ തീർത്തും അപ്രസക്തമാണ്. അതുപോലെയാണ് വിജാനതഃ ബ്രാഹ്മണസ്യ, വിജ്ഞാനിയായ ബ്രാഹ്മണന് സർവേഷു വേദേഷു, സർവവേദങ്ങളിലും വൈദിക കർമ്മങ്ങളിലും അത്രയേ താത്പര്യമുള്ളൂ, പ്രസക്തിയുള്ളൂ, പ്രവൃത്തിയുള്ളൂ. താത്പര്യം അയാൾ വിധി നിഷേധാത്മകമായ ഒന്നിൻ്റെ പിന്നാലെ പോണില്ല. അയാളെ സംബന്ധിച്ച് ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ ഇല്ല. അപ്പോൾ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാദി വർത്തതെ, ഇതാണ് പറയുന്നത്. അതുകൊണ്ട് അയാളെ സംബന്ധിച്ച് പുണ്യപാപാദി ചിന്തകളൊന്നും നീ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നർത്ഥം. നരേന്ദ്രനായിരിക്കുന്ന സമയത്ത് വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിൽ വളരെ ഏറ്റവും പ്രധാനമായ ഒരു സന്ദർഭം പറയാം. ഏറ്റവും പ്രധാനം. ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുകയും ഇടയ്ക്കിടെ അവിടെ സമ്പർക്കം ചെയ്യുകയും അങ്ങനെ അഗാധ ഗുരുശിഷ്യബന്ധമൊന്നും ആയിട്ടില്ല, എങ്കിലും ഗുരുശിഷ്യബന്ധം രൂപപ്പെടുകയും ഒക്കെ ചെയ്തതിന് ശേഷമുള്ള കാലം. പ്രായണ എല്ലാ ആഴ്ചയും ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്തേക്ക് പോകും, എല്ലാ ആഴ്ചയും. അങ്ങനെ അച്ഛൻ്റെ മരണം, സാമ്പത്തികമായി കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ, വളരെ വലിയ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ബാധ്യത തൻ്റെ തലയിൽ വരുന്നത്. അന്ന് നരേന്ദ്രൻ FAക്ക് പഠിക്കുകയാണ്. FA എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്കിന് +2 കഴിഞ്ഞ് ഡിഗ്രി സെക്കൻഡ് ഇയർ എന്ന് പറയണം. അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ ഒരാൾക്ക്
സർക്കാരിൽ ജോലി കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. 100%. കാരണം അത്ര കുറച്ച് ആൾക്കാരേ ഉള്ളൂ 10ാം ക്ലാസ് കഴിഞ്ഞവർ. സർക്കാരിലേക്ക് ജോലിക്കാരെ നേടുക എന്നുള്ളതും വലിയൊരു ലക്ഷ്യമായിരുന്നു ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരണത്തിൻ്റെ പിന്നിൽ. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു സംശയവും ഇല്ല, 30 രൂപ ശമ്പളം ഉറപ്പാണ്. 30 രൂപ വെച്ചാൽ വലിയ സംഖ്യയാണ്. കാരണം 9 രൂപയോ 11 രൂപയോ കണ്ട ഒരു പവൻ സ്വർണത്തിന് അക്കാലത്ത്. അപ്പം ആ കാലത്ത് 30 രൂപ മാസ ശമ്പളം എന്ന് പറഞ്ഞാൽ ചെറിയതാ, വലിയ സംഖ്യയാണ്, ഉറപ്പാണത്. എന്നിട്ട് FAക്ക് പഠിക്കുന്ന ആൾക്ക് ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാലോ, മുട്ടാത്ത വാതിലുകളില്ല. എല്ലാ തൊഴിൽശാലകളിലും പോയിട്ട് ജോലി തരുമോ എന്ന് ചോദിക്കുകയാണ്. ഇനി നരേന്ദ്രൻ എന്തിൻ്റെങ്കിലും കുറവുണ്ടോ? പാട്ട്, ഗുസ്തി, അതിന് ശരീര ആകാര വടിവ്, ആര് ചോദിച്ചാലും ജോലി കൊടുക്കും. പക്ഷെ ജോലി കിട്ടുന്നില്ല, അലയാത്തടങ്ങളില്ല. ഇപ്പോൾ കൊൽക്കട്ടയിലും പരിസരങ്ങളിലുള്ള എല്ലാ ഫാക്ടറികളിലും ഓഫീസുകളിലും ഒക്കെ ജോലിക്ക് പോയി, എവിടെയും ജോലി കിട്ടുന്നില്ല. അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണദേവനോട് പറയുന്നത്, അങ്ങ് കാളിയുമായി സംസാരിക്കുന്ന ആളല്ലേ, അപ്പം എനിക്ക് വേണ്ടി ഒരു ജോലി വാങ്ങി തന്നൂടെ ദേവീനോട് പറഞ്ഞിട്ട്. ഗത്യന്തരമില്ലാണ്ടാണ് പറയണത്. കാരണം വലിയൊരു കുടുംബം, അവരുടെ ബാധ്യതകൾ, സ്വാഭാവികമായി ദുർമുഖങ്ങൾ പലതും വീട്ടിൽ നിന്നുണ്ടാവും, ഉറപ്പാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോഴാ പരമാവശം പറയണത്, ദേവീനോട് ഞാൻ പറയണ പോലെ തന്നെയല്ലേ നീ പറഞ്ഞാലും, നീ പോയി പറഞ്ഞോളൂ, ഇപ്പം തന്നെ പോയിക്കോളൂ. ഇപ്പം നല്ല സമയമാണ്, ദീപാരാധനയൊക്കെ കഴിഞ്ഞ് ദേവി പ്രസന്നയായിട്ടിരിക്കണ സമയമാണ്, പോയിട്ട് ജോലിക്ക് ചോദിച്ചോളൂ, കിട്ടും. അങ്ങനെ നരേന്ദ്രൻ വാചകങ്ങളൊക്കെ പഠിച്ചു. അമ്മേ, എനിക്ക് നല്ലൊരു ജോലി, ശമ്പളമുള്ള ജോലി തരണം, കുടുംബം നോക്കാനാ. പോയി, അമ്മേ എനിക്ക് ഉറച്ച വിവേക വൈരാഗ്യങ്ങളെ തരണേ. ഇതാ പറഞ്ഞേ. തിരിച്ചു വന്നപ്പോൾ പരമഹംസർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചോ? അപ്പോഴാണ് ലജ്ജിച്ചു തല താഴ്ത്തണത്. താൻ എന്തിനാ പോയത്? എനിക്ക് നല്ല ശമ്പളമുള്ള ജോലി തരണേന്ന് പ്രാർത്ഥിക്കാനാണ് പോയത്. പ്രാർത്ഥിച്ചതെന്താ? നല്ല ഉറച്ച വിവേക വൈരാഗ്യങ്ങളെ തരണേന്നാണ്. മര്യാദയ്ക്കൊന്ന് ചോദിക്കാൻ പോലും അറിയില്ല. രണ്ടാമതും പോയി ചോദിക്കുന്നു. നരേന്ദ്രൻ വേറെ ഗതിയൊന്നും ഇല്ലാണ്ട് പോയി. നരേന്ദ്രൻ്റെ സങ്കടകരമായ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്രാവശ്യം ഞാൻ എന്തായാലും പ്രാർത്ഥിക്കും. അമ്മേ എനിക്ക് നല്ലൊരു ജോലി അവിടുത്തെ അനുഗ്രഹം കൊണ്ട് കിട്ടണേ എന്ന്. അങ്ങനെ മുമ്പ് പോയി കൈകൂപ്പി, അമ്മേ ഉറച്ച വിവേക വൈരാഗ്യങ്ങളെ തരണേ, ജീവിതത്തിൽ നല്ല വൈരാഗ്യം ഉണ്ടാവണം. പരമഹംസർ വഴക്ക് പറഞ്ഞ് മൂന്നാമതും പറഞ്ഞയച്ചു. മൂന്നാമത് ഇത് തന്നെ പറഞ്ഞപ്പോൾ പരമഹംസർ പറഞ്ഞു, ഇനി വേണ്ട, ഞാൻ വാക്ക് പറയാം, നിൻ്റെ വീട്ടിൽ അന്നം മുട്ടില്ല, ധാരാളിമയൊന്നും ഉണ്ടാവില്ല, സമൃദ്ധിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ അന്നം മുട്ടില്ല. അതിന് ശേഷമൊട്ട് അന്നം മുട്ടിയിട്ടുമില്ല. സഹോദരങ്ങൾക്ക് ജോലിയായി. പിന്നീടുള്ള ജീവിതം നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാം. ഇവിടെയൊക്കെ ഈ പൂർവാഭ്യാസത്തിൻ്റെ ഒരു ബലം എങ്ങനെ ഹരിക്കുന്നു എന്നുള്ളതിൻ്റെ ചില ദൃഷ്ടാന്തങ്ങളാണിതൊക്കെ. അല്ലാണ്ട് ഇതൊക്കെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? ഈ കഴിവുകെട്ടവൻ എന്നത്ര നരേന്ദ്രനെ വിളിക്കാൻ പറ്റില്ലല്ലോ. നരേന്ദ്രൻ അങ്ങനെ കഴിവില്ലാത്ത ആളല്ല. പിന്നെന്താണ് സംഭവിക്കുന്നത്? ചിന്തിക്കുക.
അങ്ങനെ ശബ്ദബ്രഹ്മത്തെ അതിവർദ്ധിക്കുന്നു. അവിടെ വിധിനിഷേധാത്മകമായ എല്ലാ നിയമങ്ങളെയും അതിക്രമിക്കുന്നു. ശ്രദ്ധിക്കുക. വിധി നിഷേധങ്ങൾ അയാളെ സംബന്ധിച്ച് അപ്രസക്തമായി തീരുന്നു. അതാണ് ശരി. വീട്ടുകാർ ഈ നാണുവിൻ്റെ ഇപ്പോക്ക് ഇല്ലാതാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, കല്യാണം, വേറെ വഴിയില്ല എന്ന് നിശ്ചയിച്ചു. ഇങ്ങനെ നാണു പോയാൽ ശരിയല്ല. കാരണം അത്രയ്ക്ക് വലിയ പഠിപ്പ് പഠിച്ച ആളാണ്. ആചാര്യനാവാൻ ഉള്ള എല്ലാ പഠിപ്പും കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോൾ അങ്ങനെ ഈശ്വരധ്യാനവും ഒക്കെ ആയിട്ട് തണ്ടി നടക്കുക പറഞ്ഞാലോ പറ്റില്ല. അപ്പോൾ തളയ്ക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, കല്യാണം. രണ്ട് രീതിയിൽ പറയുന്നുണ്ട്, ഏതാ സത്യം എന്നറിയില്ല. ഒന്ന്, വിവാഹമൊക്കെ നിശ്ചയിച്ച് അച്ഛനും അമ്മയും വിവാഹം കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു എന്ന്. കൊണ്ടുവന്ന് അനന്തരം നാണു യാത്രയായെന്ന്. വേറൊന്ന് പറയുന്നത്, ഏതാ ശരിയെന്നറിയില്ല, ജീവചരിത്രങ്ങളിൽ നമുക്കൊക്കെ വായിക്കാനല്ലേ പറ്റൂ, ഗൃഹത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ്. ആരെ? ഒരു ഭാഗത്തു കൂടെ വധുവെ പ്രവേശിപ്പിക്കുമ്പോൾ മറ്റേ ഭാഗത്തു കൂടെ നാണു ഇറങ്ങിപ്പോയി. ലോകം മുഴുവൻ പരമമായ വെളിച്ചം നൽകിയ നാരായണ ഗുരുസ്വാമികളായിട്ട് പിന്നീട് ആ നാണു അറിയപ്പെട്ടു. അതൊക്കെ വലിയ തെറ്റല്ലേ? ഒരു പെൺകുട്ടി ഇപ്പുറത്തു കൂടെ കൊണ്ടുവരുമ്പോൾ ഇപ്പുറത്തു കൂടെ പോവുകയാണോ എന്നൊക്കെ ചോദിച്ചാൽ, ജിജ്ഞാസുരഭി യോഗസ്യ ശബ്ദബ്രഹ്മാദി വർത്തത, അത്രേ പറയാനൊക്കൂ, വേറൊന്നും പറയാനൊക്കില്ല. ലോകത്തിന് വെളിച്ചമായൊരു ബുദ്ധൻ തീർന്നിട്ടുണ്ടെങ്കിൽ അതും ഇങ്ങനെ തന്നെ. അപ്പോൾ ഇവിടെ ഒന്നും തന്നെ ശബ്ദബ്രഹ്മത്തിന് വലിയ വിധിനിഷേധങ്ങൾക്ക് വലിയ സ്ഥാനമില്ല. വിധിനിഷേധങ്ങളെ അതിക്രമിക്കുന്നു. ഇതാണ് പറയുന്നത്. നോക്കൂ, യഹ പൂർവജന്മനി കൃതഃ അഭ്യാസഃ സഹ പൂർവാഭ്യാസഃ തേന ഏവ ബലവതാ ഹ്രിയത്തെ ഹി യസ്മാത് അവശഃ അപി സഹ യോഗഭ്രഷ്ടഃ തം ന കൃതം ചേത് യോഗാഭ്യാസ സംസ്കാരാത് ബലവത്തരം അധർമാദിലക്ഷണം കർമ്മ തദാ യോഗാഭ്യാസജനിതേന സംസ്കാരേണ ഹ്രിയത്തെ. അധർമ്മഃ ചേത് ബലവത്തരഃ കൃതഃ തേന യോഗജഃ അപി സംസ്കാരഃ അഭിഭൂയത്തെ ഏവ. തത് ക്ഷയേ തു യോഗജഃ സംസ്കാരഃ സ്വയമേവ കാര്യം ആരഭത്തെ. ന ദീർഘകാലസ്ഥസ്യ അപി വിനാശഃ തസ്യ അസ്തി ഇത്യർത്ഥഃ. ജിജ്ഞാസുഃ അപി യോഗസ്യ സ്വരൂപം ജ്ഞാതും ഇച്ഛൻ യോഗമാർഗേ പ്രവൃത്തഃ സന്യാസി യോഗഭ്രഷ്ടഃ സാമർഥ്യാത് സഹ അപി ശബ്ദബ്രഹ്മ വേദോക്തകർമാനുഷ്ഠാനഫലം അതിവർത്തതെ അപാകരിഷ്യതി കിം ഉദ ബുദ്ധ്വാ യഹ യോഗം തന്നിഷ്ഠഃ അഭ്യാസം കുര്യാത്. യഹ പൂർവജന്മനി കൃതഃ അഭ്യാസഃ സഹ പൂർവാഭ്യാസഃ തേന ഏവ ബലവതാ ഹ്രിയത്തെ ഹി യസ്മാത് അവശഃ അപി സഹ യോഗഭ്രഷ്ടഃ ന കൃതം ചേത്
യോഗാഭ്യാസ സംസ്കാരാത് ബലവത്തരം അധർമാദിലക്ഷണം കർമ്മ തദാ യോഗാഭ്യാസജനിതേന സംസ്കാരേണ ഹ്രിയതേ. അധർമ്മഃ ചേത് ബലവത്തരഃ കൃതഃ തേന യോഗജഃ അപി സംസ്കാരഃ അഭിഭൂയതേ ഏവ. തത്ക്ഷയേ തു യോഗജഃ സംസ്കാരഃ സ്വയമേവ കാര്യം ആരഭതേ. ന ദീർഘകാലസ്തസ്യ അപി വിനാശഃ തസ്യ അസ്തി ഇത്യർത്ഥഃ. നോക്കൂ, അപ്പോൾ പൂർവജന്മത്തിൽ ചെയ്ത അഭ്യാസം പൂർവാഭ്യാസം, പൂർവജന്മനി കൃതഃ അഭ്യാസഃ പൂർവാഭ്യാസഃ. മുൻ ജന്മത്തിൽ ഇപ്പം നമ്മൾ കാണുന്നത് ഈ ജനനത്തിന് ശേഷമുള്ള നമ്മുടെ ബാഹ്യമായ അവസ്ഥ മാത്രമാണ്. ഓരോ വ്യക്തിയും ആ ജനനത്തിന് മുമ്പുള്ള അവസ്ഥയിൽ എന്തൊക്കെ ചെയ്തു വെച്ചു, ഏത് സംസ്കാരത്തോടു കൂടിയാണ് അയാൾ വന്നിട്ടുള്ളത്, നമുക്ക് ബാഹ്യമായിട്ട് കാണാൻ കഴിയില്ല. ആർക്കും കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞേക്കരുത്. കഴിയുന്നവർക്ക് കഴിയും, അല്ലാത്തവർക്ക് കഴിയില്ല. അപ്പോൾ പൂർവജന്മത്തിൽ ചെയ്ത് ദൃഢീകരിച്ച ആ സാധനാ സംസ്കാരം, അഭ്യാസം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചുള്ള പരിശ്രമത്തിനാണ് അഭ്യാസം എന്ന് പറയുക. ആവർത്തനമാണ് അഭ്യാസം. എന്താവർത്തനം? സാധനാമാർഗത്തിലുള്ള ആവർത്തിച്ചുള്ള അഭ്യാസം. അതിലൂടെ സഞ്ചയിച്ച സംസ്കാരം, അത് പൂർവാഭ്യാസഃ തേന ബലവത, അങ്ങനെ ബലമുള്ള പൂർവാഭ്യാസം കൊണ്ട് ഹ്രിയതേ, ഹരിക്കപ്പെടുന്നു. ഹി അസ്മാത് അവശഹാപി, അവശനായിട്ട്. അവശനായിട്ടെന്ന് പറഞ്ഞ അർത്ഥം എന്താ വെച്ചാൽ അയാൾ പരവശനായിപ്പോയി, അങ്ങനെയല്ല. മറിച്ച് ഈ സംസ്കാരത്തിൻ്റെ ബലം കൊണ്ട് അയാൾ അതിൻ്റെ കാര്യസാധ്യത്തിലേക്ക് വലിക്കപ്പെടും. ഇവിടെ ഒരു ചോദ്യം വരും. രണ്ട് സാഹചര്യം വന്നൂടെ? ഒന്ന്, ഈ പൂർവജന്മത്തിൽ ചെയ്ത സാധനാ സംസ്കാരം ബലവത്തരമാണ് ഇതര സംസ്കാരങ്ങളെക്കാൾ എന്നുള്ളതൊരവസ്ഥ. രണ്ടാമത്തെ അവസ്ഥ, ഈ പൂർവജന്മത്തിൽ ചെയ്ത സാധനാ സംസ്കാരമുണ്ട്, പക്ഷെ അതിനേക്കാൾ ബലവത്തരമായിട്ട് ഇതര സംസ്കാരങ്ങളും ഉണ്ട്. അപ്പോഴോ രണ്ട് സാഹചര്യം വരാലോ. അപ്പം ഭഗവാൻ എന്താ പറഞ്ഞത്? ഭഗവാൻ പറഞ്ഞത് ഒരിക്കലും സാധനാ സംസ്കാരം നശിക്കില്ല എന്നാണ്. ആണല്ലോ നേരത്തെ പറഞ്ഞത്, മറക്കരുത്. നേരത്തെ പറഞ്ഞത് സാധനാജനിതമായ സംസ്കാരം ഒരിക്കലും നശിക്കില്ല, അതിൻ്റെ പിന്തുടർച്ച പിന്നീട് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ചോദ്യം, ആ സംസ്കാരത്തെക്കാൾ കൂടുതൽ ഇതര വിപരീത സംസ്കാരമുണ്ടോ ഒരു വ്യക്തിയിൽ? അപ്പോൾ ഏതാ കാര്യം ചെയ്യുക? ഏതാണോ കൂടുതലുള്ളത് അതാണ് കാര്യം ചെയ്യുക. പക്ഷേ ഇത് നഷ്ടപ്പെടില്ല. അത് കാര്യത്തെ ചെയ്യുന്നതോടുകൂടി ഇത് പ്രകടമാവും. അല്ല, ജന്മത്തിൻ്റെ ആരംഭത്തിൽ തന്നെ സാധനാ സംസ്കാരമാണ് ബലവത്തരമായിട്ടുള്ളതെങ്കിൽ അത് കാര്യം ചെയ്യാൻ തുടങ്ങും. സാധനാ സംസ്കാരത്തെക്കാൾ കൂടുതൽ ഇതര വിപരീത സംസ്കാരമാണ് ബലവത്തരമായിട്ടുള്ളതെങ്കിൽ അത് കാര്യം ചെയ്യാൻ തുടങ്ങും. പക്ഷെ അത് കാര്യം ചെയ്താൽ തീരുമല്ലോ, അതങ്ങ് തീരും, അഥവാ ശമിക്കും. ആ ശമിക്കുന്ന സമയത്ത് സാധനാ സംസ്കാരം
ബലവത്തരമായിട്ട് വരും. എന്തു തന്നെയാണെങ്കിലും ശരി, ജന്മാന്തരത്തിൽ ചെയ്ത സാധനാ സംസ്കാരം നശിക്കില്ല. അതുകൊണ്ട് നീ ഭയപ്പെടുക വേണ്ട. കച്ഛിന്നോഭയ വിഭ്രഷ്ട ചിന്നാഭ്രമിവ നശ്യതി എന്ന് നേരത്തെ ചോദിച്ചു. ആകാശദേശത്ത് മേഘപടലങ്ങൾ ഛിന്നഭിന്നമായി അപ്രത്യക്ഷമായി നശിച്ചു പോകുന്നത് പോലെ ആ സാധകൻ്റെ ജീവിതം ഭാവിയിൽ നശിച്ചു പോവില്ലേ എന്നുള്ള ചോദ്യം വരുന്നില്ല. കാരണം സാധനാജനിതമായ സംസ്കാരം കാര്യത്തെ ചെയ്യും. അതാണ് ഭഗവാൻ ഭാഷ്യകാരൻ വിസ്തരിച്ചു പറയുന്നത്. ന കൃതം ചേത് യോഗാഭ്യാസ സംസ്കാരാത് ബലവത്തരമധർമാതിലക്ഷണം കർമ്മ തഥാ യോഗാഭ്യാസജനിതേന സംസ്കാരേണ ഹ്രിയതേ. യോഗാഭ്യാസജനിതമായ സംസ്കാരത്തെക്കാൾ ബലവത്തരമായി അധർമാതിലക്ഷണമായ കർമ്മം ഇയാളാൽ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ യോഗാഭ്യാസജനിതമായ സംസ്കാരത്താൽ അയാൾ ആകർഷിക്കപ്പെടും. മനസ്സിലായല്ലോ? മനസ്സിലായിട്ടില്ല? ഒന്നുകൂടി പറയാം. ഇയാളിൽ യോഗാഭ്യാസത്തിൻ്റെ സംസ്കാരമുണ്ട്, ഇതര വിപരീതങ്ങളായ സംസ്കാരങ്ങളും ഉണ്ട്. ആ ഇതര വിപരീതങ്ങളായ സംസ്കാരങ്ങളെക്കാൾ ബലവത്തരം, കൂടുതൽ ബലമുള്ളത് യോഗാഭ്യാസജനിതമായ സംസ്കാരത്തിനാണെങ്കിൽ അത് അയാളെ ഹരിക്കും. ബ്രഹ്മചര്യ ആശ്രമത്തിൽ നിന്ന് തന്നെ അയാൾ നേരിട്ട് സന്യാസമാർഗത്തിലേക്കോ യോഗചര്യയിലേക്കോ പ്രവേശിക്കും. കാരണം വേറൊന്നും ചെയ്യാനില്ല. അതാണ് ബലവത്തരമായിട്ടുള്ളത്. ഈ പറഞ്ഞുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കണ ദോഷാന്ന് സൂചിപ്പിച്ചു എന്ന് അർത്ഥമില്ല കേട്ടോ. ഇനി അതും പറയരുത്. അങ്ങനെയൊന്നുമില്ല. ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. പറയാനുള്ള സുഖമുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരിട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കണത് ആ ബ്രഹ്മചര്യം ഒരു 80-90 വയസ്സ് വരെ ആയിക്കൂടെ എന്നാണ്. അല്ലേ? എന്നുവെച്ചാൽ കെട്ടുകയില്ല, കെട്ട് പൊട്ടിക്കുകയില്ല എന്നുള്ള മട്ടിൽ കഴിഞ്ഞു കൂടിക്കൂടെ ദീർഘകാലം എന്നാ ചോദ്യം. എന്ത്? കെട്ടുകയില്ല, അത് കല്യാണം കഴിക്കുകയില്ല, കെട്ട് പൊട്ടിക്കുകയില്ല, സന്യസിക്കുകയില്ല, രണ്ടും അല്ലാണ്ട് കഴിഞ്ഞു കൂടിക്കൂടെ എന്നാ. അതിനിവിടെ ഒരു സുഖം പോരാ. ശാസ്ത്രത്തിൽ 2 വഴികളാണ് പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും പറയപ്പെട്ടത്. ഒന്നുകിൽ പ്രവൃത്തി മാർഗം, അല്ലെങ്കിൽ നിവൃത്തി മാർഗം. രണ്ടും അല്ലാത്ത മൂന്നാമതൊരു മാർഗം അല്ല, വേണ്ടെന്ന് പറയണില്ല, പക്ഷെ വേണോ എന്നാണ് ചോദ്യം. ചില ആൾക്കാരൊക്കെ നമ്മളെ കൊണ്ടാണ് പറയണത്, സ്വാമി പറയാൻ തുടങ്ങി എന്നൊക്കെ പരസ്പരം കുശുകുശിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. കാരണം അജാതി കുറേ ഉണ്ട് ഇവിടെ. എന്താ ഉണ്ടാവുമല്ലോ, ഉണ്ടല്ലോ. കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ ജന്മാന്തരങ്ങളിൽ യോഗസാധന ശക്തമായി ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് മാത്രമല്ല ചെയ്തത്. ഒന്ന്, പല മറ്റ് കർമ്മങ്ങളും ചെയ്തിട്ടുണ്ട്. ഒന്ന്. 2, ജന്മാന്തരത്തിൽ ചെയ്തതും അനുഭവിക്കാൻ യോഗ്യമായി തയ്യാറായിരിക്കുന്നതുമായ വേറെ സംസ്കാരങ്ങളുണ്ട്. പ്രാരബ്ധമുണ്ടല്ലോ, സഞ്ചിതത്തിൻ്റെ ഭാഗമായിട്ട് പ്രാരബ്ധം വരുന്നുണ്ടല്ലോ. ഉണ്ടാവും. സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. മനുഷ്യനായതുകൊണ്ട് മനുഷ്യന് തൻ്റെ ഇപ്പം ഇവിടുന്ന് വാസന ആകർഷിച്ചാലും അത് വേണ്ട, ഇതാ വേണ്ടതെന്നും പറഞ്ഞിട്ട് പോകാൻ കഴിയും മനുഷ്യന്. അതിൻ്റെ അർത്ഥം ഇതിന് പോയത് കൊണ്ട് ആ വാസന ഇല്ല എന്നല്ല. അതാണ് മനുഷ്യനും മറ്റു ജന്തുക്കളുള്ള വ്യത്യാസം. മറ്റു ജന്തുക്കളാണെങ്കിൽ തൻ്റെ മുമ്പിൽ പ്രാപ്തമാകുന്നത് എന്തോ അത് ചെയ്യുക എന്നുള്ളതാണ്. മനുഷ്യനെ സംബന്ധിച്ച് വിവേകത്തോടു കൂടി അതല്ല വേണ്ടത്, ഇതാ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇതിന് ചെയ്യാൻ സാധിക്കും. ശ്രീരാമകൃഷ്ണദേവൻ്റെ പ്രസിദ്ധമായൊരു കഥയുണ്ട്, വളരെ പ്രസിദ്ധമായതാണ്. ഒരാൾ കൂട്ടുകാരനോട് പറഞ്ഞു, എടേ
ഇവിടെ ഭാഗവത കഥ നടക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, നീ വിഡ്ഢിത്തം പറയരുത്, ഒരു പുതിയൊരു സുന്ദരിയായ വേശ്യാസ്ത്രീ വന്നിട്ടുണ്ട് നമ്മളെ ഗ്രാമത്തിൽ, അപ്പോൾ അവളുടെ അടുത്തേക്ക് പോവാം. അങ്ങനെ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി. സപ്താഹത്തിന് പോയ ആൾ സപ്താഹം കേട്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ ചിന്തിക്കുകയാണ്, എന്തൊരു വിഡ്ഢിയാണ് ഞാൻ, വലിയ കഷ്ടമായിപ്പോയി. എൻ്റെ കൂട്ടുകാരൻ അവളെ ഒരു അതിസുന്ദരിയായ പുതിയൊരുത്തി വന്നത്, അവളോട് കൂടെ സുഖമായിട്ടിങ്ങനെ സമയം ചിലവഴിക്കുന്നുണ്ടാവും. അവളോട് കൂടെ സമയം ചിലവഴിക്കുന്ന ആൾ മനസ്സ് ചിന്തിച്ചു, ഞാനെന്തൊരു കഷ്ടമാണ് ചെയ്തത്, എനിക്ക് സപ്താഹം കേൾക്കാനുള്ള അവസരം ഉണ്ടായിട്ട് പോലും ഞാൻ അതിന് പോയില്ലല്ലോ, ഞാൻ എവളെ അടുത്തേക്കാണല്ലോ വന്നത്, എന്ത് ചെയ്യും എന്ന്. അതെ, ഇവിടെ ഇയാൾക്ക് വാസന ഉണ്ട് എന്നാലും അങ്ങോട്ടാ പോയത്, അയാൾക്ക് വാസന ഉണ്ട് എന്നാലും ഇങ്ങോട്ടാ പോയത്. ഇവിടെയാണ് മനുഷ്യൻ്റെ ആലോചിക്കാനും ഗുണദോഷ വിചാരം ചെയ്യാനും ഗ്രാഹ്യത്യാജ്യ വിവേചനം ചെയ്ത് സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കേണ്ടതും തള്ളാണ്ടതിന് തള്ളാനുമുള്ള കഴിവ്. ചിത്തശുദ്ധി വരണം, വിവേകം വേണം, നിശ്ചയദാർഢ്യം വേണം, ഒക്കെ വേണം. എല്ലാം ഒത്തുചേരണം, എല്ലാം ഒത്തുചേരണം. അപ്പോൾ യോഗാഭ്യാസ സംസ്കാര ബലത്തേക്കാൾ ബലവത്തരമായി അധർമാതിലക്ഷണമായ കർമ്മമില്ലെങ്കിൽ, ഭാഷ്യകാരൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക, ഒന്നുകൂടി പറയാം, യോഗാഭ്യാസ സംസ്കാരത്തേക്കാൾ ബലമുള്ളതായി അധർമാതിലക്ഷണമായ കർമ്മം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? യോഗാഭ്യാസജനിതമായ സംസ്കാരത്താൽ അയാൾ വലിക്കപ്പെടും. പത്നി പ്രസവിച്ച് കുഞ്ഞിനെ കാണണം എന്നൊക്കെ ആഗ്രഹിച്ച് കുഞ്ഞപ്പുറത്തുണ്ട്, രാത്രി ആള് പോയി, അങ്ങനെ അയാൾ ബുദ്ധനായി. അല്ലെങ്കിൽ വാതിലിൻ്റെ ഇപ്പുറത്തു കൂടെ പത്നി വന്നപ്പോൾ അപ്പുറത്തു കൂടെ നാണുപോയി, അയാൾ നാരായണ ഗുരുസ്വാമികളായി. ഇങ്ങനെ 1000 ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതല്ല, അടുത്ത വാചകം വരട്ടെ, അടുത്ത വാചകം പഠിച്ചിട്ട് പോരെ അത് ചോദിക്കുക. അപ്പം അടുത്ത വാചകത്തിൽ പറയുകയാണ്, അധർമ്മ ചേത് ബലവത്തരഹ കൃതഃ, യോഗാഭ്യാസ ബലത്തേക്കാൾ കൂടുതൽ മറ്റേ ബലമാണ് ഉള്ളത് എങ്കിൽ എന്ത് സംഭവിക്കും? യോഗജഹി സംസ്കാര അഭിഭൂയദേവ, യോഗജമായ സംസ്കാരം അഭിഭവം ചെയ്യപ്പെടും, കീഴ്പ്പെടുത്തപ്പെടും. അപ്പം ചോദ്യം, അങ്ങനെയാണെങ്കിൽ യോഗജമായ ബലം നഷ്ടപ്പെട്ടു പോയില്ലേ? അപ്പം നേരത്തെ അർജുനനോട് പറഞ്ഞില്ലേ ഒരിക്കലും നശിക്കില്ല എന്നത് തെറ്റല്ലേ? അല്ല, കാരണം അതവിടെ കിടക്കും, ആ യോഗജമായ സംസ്കാരം അവിടെ കിടക്കും. എന്നിട്ട് ഈ വിപരീത സംസ്കാരത്തിനനുസരിച്ചിട്ടുള്ള ജീവിതക്രമത്തിൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ ഇത് പ്രകടമാവും. അതിൻ്റെ പ്രഭാവം കഴിഞ്ഞാൽ ഉടനെ ഇത് പ്രകടമാവും, അതിൽ സംശയമില്ല. അതാണ് പറയണത്, തത്ക്ഷയേ, അത് ക്ഷയിക്കുമ്പോൾ യോഗജഹ സംസ്കാര സ്വയമേവ കാര്യമാരഭതേ, യോഗജമായ സംസ്കാരം കാര്യത്തെ ആരംഭിക്കും. അതൊരിക്കലും നഷ്ടാവില്ല. ഇപ്പം സാധനാ സംസ്കാരം, ഹേ അർജുന, ഒരിക്കലും നഷ്ടമാവില്ല. അതിനനുസരിച്ച ജന്മങ്ങളെ സ്വീകരിച്ച് ആ ജന്മത്തിൽ ആ സംസ്കാരത്തിൻ്റെ പിന്തുടർച്ച ഉണ്ടാക്കും. ആ ഏ ആ ആ
മുമുക്ഷുവിൻ്റെ കാര്യത്തിൽ മുമുക്ഷു ആണല്ലോ അജ്ഞാനിയാവുന്നത്. മുമുക്ഷുവിൽ കർമ്മബന്ധനമുണ്ട്. കർമ്മബന്ധനമുള്ളത് കൊണ്ടാണല്ലോ അയാൾ കർമ്മബന്ധനത്തിനുപരി എത്താൻ ഇച്ഛിച്ചത്. അയാളിൽ ജ്ഞാനപ്രഭ, ജ്ഞാനാഗ്നി പ്രകാശിക്കുമ്പോൾ അയാളുടെ എല്ലാ കർമ്മങ്ങളും ഭസ്മീകരിക്കപ്പെടും. അപ്പോൾ അയാൾ മുമുക്ഷു അല്ല. മുമുക്ഷു ആരായി? വിജ്ഞാനിയായി മാറി. മുമുക്ഷു മുക്തനായി മാറി. അയാൾ ജീവൻ മുക്തനായിട്ട് ലോകത്തിൽ ജീവിക്കും പിന്നീട്. അതുകൊണ്ട് ഉറപ്പിച്ച് പറയുകയാണ്, ന ദീർഘകാലസ്ഥസ്യ അപി തസ്യ വിനാശഃ അസ്തി. യോഗ സംസ്കാരത്തിന്, യോഗാഭ്യാസ ബലത്തിന് ദീർഘകാലം കഴിഞ്ഞാലും നാശം ഉണ്ടാവില്ല. അതുകൊണ്ട് അല്പമാണെങ്കിൽ അല്പം നീ ചെയ്ത യോഗസാധനാബലം നശിക്കില്ല, അത് ശേഷിക്കും. അത് വലിയൊരു പ്രേരണയാണ് സാധകനെ സംബന്ധിച്ച്. ഇതര വിപരീതങ്ങളായ സംസ്കാരങ്ങൾ സാധനാ സംസ്കാരം കൊണ്ട് ഇല്ലാണ്ടാകും. സാധനാ സംസ്കാരം ഒരിക്കലും ഇതര വിപരീതങ്ങളായവയെ കൊണ്ട് ഇല്ലാതാവില്ല, കീഴ്പ്പെടുത്തപ്പെടും. പക്ഷേ സന്ദർഭം വരുമ്പോൾ പ്രകടമാവും. അപ്പോൾ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധിപ്പിക്കുക. പാർത്ഥനൈവേഹനാമുത്ര വിനാശസ്തസ്യ വിദ്യതേ എന്ന് നേരത്തെ പറഞ്ഞില്ലേ? ഹേ പാർത്ഥ, ഇവിടെയാകട്ടെ അവിടെയാകട്ടെ അവന് വിനാശം സംഭവിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞു. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താതഗച്ഛതി. കല്യാണകൃത്തായിട്ടുള്ളവൻ ഒരിക്കലും ദുർഗതിയെ പ്രാപിക്കില്ല എന്ന് പറഞ്ഞു. അതിവിടെ ഉറപ്പിച്ച് ആവർത്തിച്ചു കഴിഞ്ഞു. അവിടെ ഒരിക്കലും സാധനാബലം ഇല്ലാതാകുന്നില്ല. ദീർഘകാലസ്ഥസ്യപി, ദീർഘകാലസ്ഥമായാൽ പോലും, ദീർഘകാലം കഴിഞ്ഞാലും അത് നശിക്കാതെ കിടക്കും. ജന്മാന്തരകൃതമായ സംസ്കാരം. ആഗ്രഹങ്ങൾ ഇവിടെ ആഗ്രഹം എപ്പോഴും, ആഗ്രഹം ഏത് ഘട്ടത്തിലും ഏത് തലത്തിലും ആഗ്രഹങ്ങൾ മനുഷ്യനുണ്ടാവാം. ആ ആഗ്രഹങ്ങൾ വാസ്തവത്തിൽ തൻ്റെ അപൂർണതാ ബോധം അല്ലെങ്കിൽ അപൂർണതാ ഭ്രമത്തിൽ നിന്നാണ് ആഗ്രഹം ഉണ്ടാവുക. അവിടെ 3 ഘടകങ്ങളെ നമ്മൾ പരിശോധിച്ചു. സത്ത്, ചിത്ത്, ആനന്ദം. ഞാൻ സത് പൂർണ്ണനല്ല, ഞാൻ ചിത്ത് പൂർണ്ണനല്ല, ഞാൻ ആനന്ദപൂർണ്ണൻ അല്ല. ഈ 3 ഭ്രമങ്ങളിൽ നിന്നാണ് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. ഏതാഗ്രഹത്തെ അത് ലോകം നല്ലതെന്ന് പറയുന്നതാകട്ടെ, ലോകം ചീത്ത എന്ന് പറയുന്നതാകട്ടെ, ഈ 3-ൽ ഉൾപ്പെടുത്താൻ പറ്റും. എനിക്ക് പോയിട്ട് കുറേ പഠിക്കണം, സ്കൂളിൽ ചേർന്ന് പഠിക്കണം, കോളേജിൽ ചേർന്ന് പഠിക്കണം, യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠിക്കണം, അല്ലെങ്കിൽ ആശ്രമത്തിൽ ചേർന്ന് പഠിക്കണം. ചിത് പൂർണ്ണത ഇല്ലായ്മ. എനിക്ക് സുഖം അത് വേണം, ഇത് വേണം, അത് ആ വസ്തുവെ വേണം. അവിടെ പോയിട്ട് കുറച്ച് സാധനാ ജീവിതം നയിക്കണം, സന്തോഷം ഉണ്ടാവണം, സുഖം ഉണ്ടാവണം, ജപധ്യാനങ്ങൾ, ഏകാന്ത ദേശത്ത് പോയി കുറച്ച് ജീവിക്കണം, അല്ലെങ്കിൽ പെണ്ണ് കെട്ടണം, അല്ലെങ്കിൽ ആണ് കെട്ടണം, കുറച്ച് കള്ളു കുടിക്കണം, കുറച്ച് സ്ഥാനമാനങ്ങൾ നേടണം.
ലോകം നല്ലതെന്ന് പറയട്ടെ, ചീത്ത എന്ന് പറയട്ടെ, നമ്മളതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ലോകം എന്ത് പറയുന്നു എന്നുള്ളതല്ല. അപ്പോൾ ഇതൊക്കെ തനിക്ക് സുഖം നേടണം, അതിന് ഇന്നതൊക്കെ വേണം എന്നുള്ളത് ആനന്ദ പൂർണ്ണതാബോധമില്ലായ്മയിൽ നിന്നാണ്. എന്ത് ചെയ്തിട്ട് എനിക്ക് ദീർഘകാലം നിലനിൽക്കാൻ പറ്റും? കുറച്ച് രസായനങ്ങളൊക്കെ കഴിക്കണം. തടിയൊക്കെ നന്നാക്കണം. എന്താ പല ആഗ്രഹങ്ങൾ. ഇപ്പം സത്ത് പൂർണ്ണത, ചിത് പൂർണ്ണത, ആനന്ദപൂർണത എന്നിവയെ അറിയാതിരിക്കുന്ന സന്ദർഭത്തിൽ പൂർണ്ണതയെ നേടാൻ സഹജമായി നമ്മളിൽ ഇച്ഛ ഉണ്ടാവും. അതിനെന്ത് വേണം? അതിന് വ്യത്യസ്ത വസ്തുക്കളെ പ്രാപിക്കണം. അപ്പോൾ അതിനുതകുന്ന സങ്കല്പങ്ങൾ നമ്മളിലുണ്ടാവും. ആ സങ്കല്പത്തിൽ നിന്ന് ആഗ്രഹങ്ങളുണ്ടാവും. സങ്കല്പം എപ്പോഴും അതിനെ പ്രാപിച്ചാൽ സുഖാവും, ഇതിനെ പ്രാപിച്ചാൽ പൂർണ്ണമാകും, ഇതിനെ പ്രാപിച്ചാൽ അറിവുണ്ടാകും എന്നുള്ള 3 തരത്തിൽപ്പെട്ട സങ്കല്പങ്ങൾ നമ്മളിലുണ്ടാവും. 4മതൊരു സങ്കല്പം ഇല്ല. ഉണ്ടോയെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. 3 തരത്തിൽപ്പെട്ടതേ ഉള്ളൂ. 4മതൊരു തരത്തിൽപ്പെട്ടതുണ്ട്, ആർക്കെങ്കിലും പറയാം. എനിക്ക് മോഷണം ചെയ്യണമെന്നൊരു സങ്കല്പം. എന്താണത്? വാസ്തവത്തിൽ മോഷണം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. മോഷണം ചെയ്ത് കുറച്ച് വസ്തുക്കളെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സുഖമാവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇന്ന പുസ്തകം മോഷണം ചെയ്താൽ എനിക്ക് അറിവുണ്ടാവും എന്നാവും. പറയാൻ വയ്യ. അല്ലെങ്കിൽ ഇന്ന മരുന്ന് മോഷണം ചെയ്താൽ എനിക്ക് ആയുസ്സുണ്ടാവും എന്നാവും. സത്ത് ചിത്ത് ആനന്ദം 3 ഉള്ളൂ. എല്ലാ സങ്കല്പങ്ങളും ഈ 3 വിഭാഗത്ത് തിരിക്കാം നമുക്ക്. ഒരാൾ പറഞ്ഞു, സ്വാമി എനിക്ക് കല്യാണം കഴിക്കണം. എന്തിനാടോ? കല്യാണം കഴിച്ചാൽ സുഖം ഉണ്ടാവും, സന്തോഷം. കുറച്ചു കാലം കഴിഞ്ഞു, സ്വാമി എനിക്ക് ഡൈവോഴ്സ് ചെയ്യണം. എന്തിനാടോ? ഡൈവോഴ്സ് ചെയ്താൽ ഒരു ശാന്തിയും സമാധാനവും സുഖവും ഉണ്ടാവും, സന്തോഷം. എന്താ ശരി? 2 ശരിയല്ലേ? അല്ല. മോനെ നീ കല്യാണം കഴിക്കണ്ട എന്ന് പറയേണ്ട ആവശ്യമില്ല. മോനെ നീ ഡൈവോഴ്സ് ചെയ്യണ്ട അതും പറയേണ്ട ആവശ്യമില്ല. കാരണം 2ഉം അവൻ സുഖത്തിനായി ചെയ്യുന്നതാണ്. അവൻ ചെയ്യട്ടെ. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവൻ തന്നെ വീണ്ടും വരിക, സ്വാമി ഞങ്ങൾ ലിവിങ് ടുഗദറാണ്, സന്തോഷം, നല്ലത്, നല്ലതാണ്. എന്താ കുഴപ്പമെന്താ? അപ്പം സത്ത് ചിത്ത് ആനന്ദ ഈ 3 ഭാവങ്ങളുടെ അപൂർണതാഭ്രമം, അതിൽ നിന്ന് എന്തിനെങ്കിലും നേടിക്കഴിഞ്ഞാൽ അത് കിട്ടുമെന്നുള്ള സങ്കല്പം, ആ സങ്കല്പം കാമമായി മാറുന്നു. അതുകൊണ്ടാണ് ആഗ്രഹങ്ങളൊക്കെ തന്നെ സങ്കല്പത്തിൽ നിന്നാണ് ജനിക്കുന്നതെന്ന് പറയുന്നത്. കാമജാനാമി തേ മൂലം സങ്കല്പത്വം ഹി ജായസേ. ഹേ കാമ, നീ എവിടുന്നാണ് ജനിക്കുന്നതെന്ന് എനിക്കറിയാം, നീ സങ്കല്പത്തിൽ നിന്നാണ് ജനിക്കുന്നത്. കൊള്ളാമല്ലോ എന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് ആഗ്രഹം ജനിക്കുന്നത്. അത്രയുള്ളൂ. അതുകൊണ്ട് ദീർഘകാലസ്ഥസ്യ അപി വിനാശഃ തസ്യ ന അസ്തി എന്ന് പറഞ്ഞു. തുടർന്ന് അടുത്ത വായിക്കാം. ജിജ്ഞാസുഹു അപി, വായിച്ചിട്ടില്ല അത്. ജിജ്ഞാസുഹു അപി യോഗസ്യ സ്വരൂപം ജ്ഞാതും ഇച്ഛൻ യോഗമാർഗേ പ്രവൃത്തഃ സന്യാസി യോഗഭ്രഷ്ടഃ സാമർഥ്യാത് സഹ അപി ശബ്ദബ്രഹ്മ വേദോക്ത കർമാനുഷ്ഠാനഫലം അതിവർത്തതേ അപാകരിഷ്യതി
കിമുത് ബുദ്ധ്വാ യോ യോഗം തന്നിഷ്ഠഃ അഭ്യാസം കുര്യാത്. അപ്പം യോഗത്തിൻ്റെ സ്വരൂപജ്ഞാനത്തിൻ്റെ തൻ്റെ സ്വരൂപം അറിയണമെന്ന സങ്കല്പത്തോടുകൂടി പ്രവർത്തിക്കുന്ന ജിജ്ഞാസു പോലും ശബ്ദബ്രഹ്മത്തെ, യോഗാനുഷ്ഠാന ഫലത്തെ, വേദോക്ത കർമാനുഷ്ഠാന ഫലത്തെ അതിക്രമിക്കുന്നു. ഇത് ചെയ്താൽ അത് കിട്ടും, അത് ചെയ്താൽ ഇത് കിട്ടും എന്നുള്ള ആഗ്രഹത്തോടു കൂടി അത് കിട്ടാനും ഇത് കിട്ടാനും വേണ്ടി പ്രവർത്തിക്കുന്ന അവസ്ഥയെ അതിക്രമിക്കുന്നു. എന്താ അപ്പം അത് കിട്ടിയിട്ട് കാര്യം? ജിജ്ഞാസു പോലും അതിക്രമിക്കുന്നു. ശബ്ദബ്രഹ്മ യോഗമാർഗേ പ്രവൃത്തഃ സന്യാസി യോഗഭ്രഷ്ടഃ സാമർഥ്യാത്. അപ്പോൾ സ്വരൂപത്തെ അറിയാൻ ഇച്ഛിക്കുന്ന യോഗമാർഗത്തിൽ പ്രവർത്തിക്കുന്ന സന്യാസി അല്ലെങ്കിൽ യോഗഭ്രഷ്ടൻ പോലും ശബ്ദബ്രഹ്മത്തെ അതിക്രമിക്കുന്നു. വിധിനിഷേധാത്മകമായ കർമ്മങ്ങളെ അതിക്രമിക്കുന്നു. വേദോക്ത കർമ്മഫല അനുഷ്ഠാനത്തെ അല്ലെങ്കിൽ കർമാനുഷ്ഠാന ഫലത്തെ അതിക്രമിക്കുന്നു. ഒരാൾ സ്വർഗം ആഗ്രഹിച്ച് പ്രവർത്തിച്ചു, അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ ആഗ്രഹം പോയി. ഇനിയോ നീ സ്വർഗം ആഗ്രഹിക്കുക? ഒന്ന് ആഗ്രഹിച്ചോളൂന്നേ. ഒരാൾ പെണ്ണ് കെട്ടാൻ വേണ്ടി പോയി 300-400 പെണ്ണ് കണ്ടു. അപ്പോഴത് കണ്ടോ അവസാനം ആണ് ഒരാളെ ഒക്കണത്. ജാതകമൊക്കെ ഒക്കെ ശരിയായി. ഇതുവരെ ചൊവ്വ ബുധൻ വ്യാഴം ബുധൻ വെള്ളി ശനി ദോഷങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് നടന്നിട്ടില്ല. അപ്പം 360ാമത്തെ കണ്ടപ്പോൾ സംഗതി ഒത്തു. അപ്പോഴത്തേക്ക് ഇയാൾ വിരക്തനായി. ഇനി കെട്ടുക? എടാ നീ ഇത്ര കാലം നോക്കിയതല്ലേ, എന്നിട്ട് ഒന്നൊത്തു വന്നപ്പോൾ ഇനി അത്ര നിർബന്ധം വെച്ചാൽ അമ്മ കെട്ടിക്കോളൂ, അച്ഛൻ കെട്ടിക്കോളൂ, ഞാനില്ല. അപ്പം നീയല്ലേ ഇത്രയും നോക്കിയത്? അതെ, അതെനിക്ക് വിരക്തി വന്നിരുന്നില്ല. ഇപ്പോൾ വിരക്തി വന്നു, എന്തു ചെയ്യും? എന്നാലും മോശമല്ലേ ഒരുത്തിനെ കണ്ടിട്ട്? അത്ര മോശമാണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അച്ഛനെ നോക്കാൻ ഒന്നും കൂടി, അല്ലാണ്ട് ഇപ്പം ഞാനെന്തായാലും ഇല്ല. അപ്പം നീയല്ലേ ഇത്രയും കാലം നോക്കിയത്? അതെ, ഞാൻ അത്രയും കാലം നോക്കിയത്. അത് ശരിയാ. ഇപ്പം എനിക്ക് ചിന്തിക്കാൻ വയ്യെന്നേ, അത്രയേ ഉള്ളൂ. ബഹുദൂരം, ദൂരമല്ല ബഹുദൂരം. ഇത് ഒന്നാമത്തെ കാൽവെപ്പിനുള്ള യോഗ്യത നേടി, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയണത് ജിജ്ഞാസുരപ്പി അതുകൊണ്ടാണ് പ്രയോഗിച്ചത്. കിമുത എന്ന് ഭാഷ്യകാരൻ തന്നെ ചോദിക്കുന്നുണ്ട്. പിന്നത് പറയേണ്ടതുണ്ടോ? ബുദ്ധ്വായോ തന്നിഷ്ഠ, അറിഞ്ഞ് തന്നിഷ്ഠനായി ജീവിക്കുന്ന ആള് ഈ ശബ്ദബ്രഹ്മത്തെ അതിക്രമിക്കുന്നു എന്ന് പറയേണ്ടതുണ്ടോ? ജിജ്ഞാസു പോലും അതിക്രമിക്കുന്നു, ഇനി എത്ര ദൂരമുണ്ട്? അപ്പോൾ ആ അവസ്ഥയിലെത്തിയ ആൾ അതിക്രമിക്കുന്നു എന്ന് പറയേണ്ടത് ഉണ്ടോ? ഇല്ല. യഥാർത്ഥ സന്യാസം എന്ന് പറഞ്ഞാൽ പാരമാർത്ഥിക സന്യാസം എന്നുള്ളത് ബാഹ്യമായ വേഷമോ ഈ പറഞ്ഞ ചിട്ടയോ ഇതൊന്നുമല്ല. അത് പാരമാർത്ഥിക സന്യാസം, അത് പരമം. അയാൾ ബാഹ്യമായ ഏത് രൂപത്തിലോ ഏത് ഭാവത്തിലോ കഴിയുകയാണെങ്കിലും പാരമാർത്ഥിക സന്യാസിയാവാം. ഇത് സാധനാഘട്ടമാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. അപ്പം വേദോക്ത കർമാനുഷ്ഠാന ഫലം അതിവർത്തതേ അപാകരിഷ്യതി, അതിനെ അതിക്രമിക്കുന്നു, അതിനെ ഇല്ലാണ്ടാക്കുന്നു, അത് അപ്രസക്തമായി തീരുന്നു അയാളെ സംബന്ധിച്ച്. കിമുത, പിന്നെ പറയേണ്ടതുണ്ടോ? ബുദ്ധ്വ, അറിഞ്ഞിട്ട് യഹ തന്നിഷ്ഠ യോഗാഭ്യാസം കുര്യാത്, യോഗത്തെ അറിഞ്ഞിട്ട് അഭ്യസിക്കുന്ന ഒരാളെ കുറിച്ച് പറയേണ്ടതുണ്ടോ? അയാൾ ശബ്ദബ്രഹ്മത്തെ
അതിക്രമിക്കുന്നു എന്ന് പറയേണ്ടതുണ്ടോ? സകല വിധി നിഷേധങ്ങളെയും അയാൾ അതിക്രമിക്കുന്നു, സകല കർമ്മഫല മേഖലകളെയും അയാൾ അതിക്രമിക്കുന്നു. അതുകൊണ്ട് ഹേ പാർത്ഥ, സാധനാമാർഗത്തിൽ പ്രവർത്തിച്ചവൻ ഒരിക്കലും നശിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞതിനെ ഉറപ്പിച്ചു. ഇനി അനുബന്ധമായിട്ട് ഈ യോഗിത്വം ശ്രേഷ്ഠമാണ് എന്ന് പ്രശംസിക്കുകയാണ്. എന്തിനാണ് യോഗിത്വം ശ്രേഷ്ഠമാണെന്ന് പ്രശംസിക്കുന്നത്? യോഗമാർഗത്തിലേക്ക് സാധകനെ പ്രേരിപ്പിക്കാൻ വേണ്ടി. അത് ഭക്തിമാർഗത്തിലേക്ക് സാധകനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഏറ്റവും ശ്രേഷ്ഠം ഭക്തിയാണെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ വേറൊരാൾ ജ്ഞാനവിചാരത്തിൻ്റെ മാർഗത്തിൽ പോകുന്ന ആളാണ്. അയാളോട് പറയും, എടോ ഈ സ്വാധ്യായം, ഈ ജ്ഞാനവിചാരമാണ് ഏറ്റവും ശ്രേഷ്ഠം, ഭക്തിയൊന്നും പോരാ എന്ന് പറഞ്ഞു കൊടുക്കും. വേറൊരാൾ ഇതിനല്ല അധികാരി, അയാൾ നിഷ്കാമ കർമാനുഷ്ഠാനത്തിനാണ് അധികാരി. അയാളുടെ പറയും വേറെ ഈ ജ്ഞാനമാർഗം ഭക്തിമാർഗം ഒന്നും വേണ്ട കേട്ടോ, കർമ്മയോഗമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആചാര്യൻ തെറ്റു പറയുന്ന ആളാണോ? അല്ല. ആചാര്യൻ കള്ളം പറയുകയാണോ? അല്ല. മറിച്ച് അതത് അധികാരിക്ക് അതത് മാർഗത്തിൽ പ്രേരണ നൽകാൻ വേണ്ടി ആചാര്യൻ പറയുന്നതാണ്. കാരണം ആചാര്യനറിയാം ഇതിലേതിലൂടെ പോയാലും ഒരു പരമമായ തത്വവിജ്ഞാനത്തിലാണ് എത്തിച്ചേരുന്നതെന്ന്. അപ്പോൾ അവനവൻ്റെ അധികാരമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള പ്രേരണയാണ്. ഇത് നമുക്ക് ശൈവ കൃതികൾ നോക്കിക്കഴിഞ്ഞാൽ ശിവമഹിമയുടെ 1000 അയലത്ത് വരില്ല വിഷ്ണു ദേവി എന്നൊക്കെ പറയും. വൈഷ്ണവ കൃതികളിൽ പോയി കഴിഞ്ഞാലോ വിഷ്ണു മഹിമയുടെ 1000-ൽ1 വരില്ല, ശിവമഹിമ ദേവി മഹിമ എന്ന് പറയും. ദേവീപരമായ കൃതിയിൽ പോയാലോ ദേവി മഹിമയുടെ 1000-ൽ1 വരില്ല, ശിവ വിഷ്ണു മഹിമ എന്ന് പറയും. അപ്പോൾ ആചാര്യൻ കള്ളം പറയുകയാണോ? അല്ല. അതത് അധികാരിയെ അതത് മാർഗത്തിൽ പ്രേരണ കൊടുക്കാൻ വേണ്ടി പറയുന്നതാണ്. കാരണം ആചാര്യനറിയാം ദേവിയും ശിവനും വിഷ്ണുവും ഒന്ന് തന്നെയാണ്. ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം, എങ്കിലേ നമുക്ക് ശാസ്ത്ര താത്പര്യം മനസ്സിലാക്കാൻ കഴിയൂ. അല്ലെങ്കിൽ നമ്മൾ ഒന്ന് മാത്രം പഠിച്ചാൽ മതി, എന്നാൽ കുഴപ്പമില്ല. അപ്പം നമ്മൾ ആ മാർഗത്തിൽ മാത്രം പോകുന്നവരാവും, എന്നാൽ ഒരു കുഴപ്പമില്ല. പിന്നെ എവിടെയാണ് കുഴപ്പം വെച്ചാൽ ആ മാർഗ്ഗക്കാർ പുറത്ത് വന്നു കഴിഞ്ഞാൽ മറ്റു മാർഗ്ഗക്കാരായിട്ട് തല്ലുകൂടും. ശൈവർ പറയും ശിവനാണ് ഏറ്റവും കേമൻ, വൈഷ്ണവർ പറയും വിഷ്ണു ഏറ്റവും കേമൻ. എത്ര തന്നെ വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നാലും അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഏത് വിദ്യാഭ്യാസം? കുറേ അറിവുകളെ മസ്തിഷ്കത്തിൽ നിറയ്ക്കുന്ന വിദ്യാഭ്യാസം. കഴിഞ്ഞ ദിവസം കുറച്ച് പേര് ഒരു ക്ഷേത്ര ദർശനത്തിന് പോകുന്നത് കണ്ടു. ആ ക്ഷേത്രം വൈഷ്ണവമാണ്, അവർ വൈഷ്ണവന്മാരുമാണ് പോകുന്നവർ. സന്തോഷം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ ഭാഗത്താണ് എന്ന് വിചാരിച്ചോളൂ ഈ വൈഷ്ണവ ക്ഷേത്രമുള്ളത്. അപ്പം ഈ ഭാഗത്ത് ഒരു ശിവസങ്കേതമുണ്ട്, ശിവക്ഷേത്രമുണ്ട്. അപ്പം ഇവരെങ്ങനെയാണ് പോകണമെന്നറിയോ? ഇങ്ങനെയാണ് പോകണം. കാരണം നേർക്ക് നടന്നാൽ അഥവാ ശിവനെ കണ്ടുപോയാലോ മഹാപാപാവില്ലേ? അപ്പോൾ ആ 2 ക്ഷേത്രം ഉണ്ടാക്കുന്ന സമയത്ത് ഇവർ അവിടെ കർട്ടൻ ഇട്ടൂടെ എന്ന് ചോദിച്ചിരുന്നു. ഈ ഗോപുരം കടന്ന് വിഷ്ണുവിൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ കഷ്ടകാലത്തിനെങ്ങാണ്ട് ചെരിഞ്ഞ് നോക്കിപ്പോയാലോ എന്ത് സംഭവിക്കും? ശിവനെ കാണാനിടയാവും.
അങ്ങനെ ശിവനെ കാണാനിടയാൽ അത് മഹാപാപാവില്ലേ? അപ്പം അത് സംഭവിക്കാതിരിക്കാൻ അവിടെ വലിയൊരു കർട്ടൻ ഇട്ടൂടെ എന്നൊരു ചർച്ച വന്നിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ ഇപ്പോൾ പോകുമ്പോൾ കഴുത്തുളുക്കാത്ത ഭാഗ്യമാണ്. അങ്ങനെയാണ് പോവുക. കാരണം ഇപ്പോഴത്തെ ശിവനെ കണ്ടുകൂടാ. എന്നാൽ തിരിച്ചോ ഈ ശിവക്ഷേത്രത്തേക്ക് പോണവർ അവരും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയാണ് പോവുക. കാരണം ഇങ്ങനെ പോയാൽ വിഷ്ണുവിനെ കണ്ടു പോയാലോ. അങ്ങനെ ഇരിക്കെ ആണ് നമ്മൾ പോകുന്നത്. നെറ്റി നിറച്ചും ഭസ്മമായിട്ട് നമ്മൾ നേരെ ദക്ഷിണക്ഷേത്രത്തിലേക്കാണ് പോയത്. അവർക്ക് വലിയ ഇഷ്ടാവില്ലേ? ഇഷ്ടാവും, വലിയ ഇഷ്ടാവും. അവർ പൂജയൊക്കെ ചെയ്തു, സ്വാമീനെ സ്വീകരിച്ച് ഷോളൊക്കെ അണിയിച്ച് ഒരു പ്രത്യേക എന്താ പറയേണ്ടത് പ്രസാദമൊക്കെ തന്ന് സന്തോഷമായിട്ട് വിട്ടു. വിടാണ്ട് നിവൃത്തിയില്ല. ചിന്തിക്കുക, എവിടേക്കാണ് നമ്മൾ പോണത്? പിന്നെ അവിടെ നേരെ ശിവക്ഷേത്രത്തിൽ പോകാതെ അവിടെ നിന്ന് നേരെ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി. ആ ശിവക്ഷേത്രത്തിൽ നിന്ന് അപ്പുറത്ത് നേരിട്ട് വേറെ വിഷ്ണു ക്ഷേത്രമുണ്ട്, അവിടെ പോയി. അപ്പം അവിടെ എന്താ വെച്ചാൽ മതിൽ കെട്ടി ഉയർത്തിയിരിക്കുകയാണ് ഈ ശിവക്ഷേത്രത്തിലേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അവിടെയും പോയി. പോകാണ്ടെന്ന് നമുക്കെന്താ? അവിടെ വലിയ മതിൽ കെട്ടി ഉയർത്തിയിരിക്കുക. ഇപ്പോൾ സത്യത്തിൽ ഈ ഒരു പ്ലോട്ട് ക്ഷേത്രങ്ങൾക്ക് വാങ്ങണ സമയത്ത് എല്ലാവരും സഹകരിച്ച് ചെയ്യണം എന്നൊക്കെയായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. പക്ഷെ ആചാര്യന്മാർ വന്ന് പ്രതിഷ്ഠാ സന്ദർഭമായപ്പോൾ ഈ കണ്ട കോലാഹലമൊക്കെ ഉണ്ടായി. സാധാരണ ജനങ്ങൾക്ക് ഈ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒക്കെ വലിയ വ്യത്യാസമായി. കഴുത്തുളുക്കാത്ത ഭാഗ്യം. ഇത്രയേ ഉള്ളൂ. എന്താ ചെയ്യുക? ശരി, ഇനി സാധകന് പ്രേരണ നൽകാൻ വേണ്ടി യോഗത്തെ സ്തുതിക്കുകയാണ്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഓ